മൈലപ്ര കൊലപാതകത്തിൽ പ്രതികളുമായി പോലീസ് തെളിവെടുക്കുന്നു. ജോർജ് ഉണ്ണുണ്ണിയെ കൊലപ്പെടുത്തിയ കടയിലാണ് തെളിവെടുപ്പ് ഇപ്പോൾ നടക്കുന്നത്. CK അഭിലാൽ വിവരങ്ങളുമായുണ്ട്. അഭിലാൽ, തെളിവെടുപ്പ് എങ്ങനെ പുരോഗമിക്കുന്നു? പ്രതികൾ സഹകരിക്കുന്നുണ്ടോ? രണ്ടിടങ്ങളിലെ തെളിവെടുപ്പാണ് ഇന്ന് അന്വേഷണ സംഘം പ്രധാനമായി ഉദ്ദേശിക്കുന്നത്. അതിൽ ആദ്യഘട്ടം പൂർത്തിയായിരിക്കുന്നു. മൈലപ്രയിൽ ജോർജ് ഉണ്ണുണ്ണി എന്ന 70-കാരനെ കൊലപ്പെടുത്തിയ കടയ്ക്കുള്ളിലെ തെളിവെടുപ്പായിരുന്നു ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. പിടിയിലായ പ്രതികളിൽ 2 പേരെ മാത്രമാണ് വാഹനത്തിൽ നിന്നും പുറത്ത് ഇറക്കിയത്. അവർ തമിഴ്നാട് സ്വദേശികളായ മുരുകൻ സുബ്രഹ്മണ്യൻ എന്നീ 2 പേരാണ്. മുരുകൻ സുബ്രഹ്മണ്യൻ എന്നിവരെ കൂടാതെ മറ്റൊരു തമിഴ്നാട് സ്വദേശിയായ ഒരാൾ കൂടി കടയ്ക്കുള്ളിൽ എത്തി നടത്തിയ കൊലപാതകത്തിൽ നേരിട്ട് പങ്കുള്ള ആളാണ്. അയാളെ ഇനിയും പിടികൂടാൻ ഉണ്ട്. അതേസമയം തന്നെ 15 മിനിറ്റ് സമയമാണ് കടയ്ക്കുള്ളിലെ കൃത്യങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ വിവരിക്കാൻ വേണ്ടി പ്രതികൾക്ക് ആവശ്യമായി വന്നത്. തുടർന്ന് അവരെ പുറത്തേക്ക് കൊണ്ടുപോയി വാഹനത്തിൽ നിന്നും ഇറക്കിയത് മുതൽ തെളിവെടുപ്പിന്റെ സമയം പൂർത്തിയാക്കി വാഹനത്തിലേക്ക് തിരികെ കയറ്റുന്ന സമയം അടക്കമുള്ള വേളയിൽ പ്രതികളുടെ മുഖം പൂർണ്ണമായും മൂടിയിരുന്നു. അതിനാൽ തന്നെ പ്രതികളെ നാട്ടുകാർക്ക് നേരിൽ കാണണം എന്നുള്ള ആവശ്യത്തിൽ അതിന് സാധിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പ്രതികളുടെ മുഖം കാണണം, അത് ഭാവിയിൽ ഏതെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഇവർ ഏർപ്പെട്ടാൽ തടയുന്നതിന് സഹായകരമാകുമെന്നുള്ള ആവശ്യവുമായി വ്യാപാരികളും നാട്ടുകാരുമൊക്കെ തന്നെ പോലീസിനെതിരെ രംഗത്തെത്തുന്ന സ്ഥിതി ഉണ്ടായി. പക്ഷേ കൈവിട്ട തരത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നില്ല. തെളിവെടുപ്പ്, അതായത് മുഖം തിരിച്ചറിയുന്ന തരത്തിലുള്ള ഐഡന്റിഫിക്കേഷൻ പരേഡ് അടക്കം നടത്തേണ്ട സാഹചര്യത്തിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ കഴിയുകയില്ല എന്നുള്ള വിവരം DYSP പ്രദേശവാസികളോട് പറഞ്ഞെങ്കിലും അവർ ആവശ്യത്തിൽ നിന്നും പിന്നോട്ട് പോയില്ല. അതേസമയം തന്നെ 15 മിനിറ്റ് സമയത്തെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പ്രതികളെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അതായത് അല്പം അകലെയായിട്ട്, ഏറെക്കുറെ 200 മീറ്റർ അകലെയായുള്ള സ്ഥലത്ത് വാഹനം ഓട്ടോറിക്ഷ പാർക്ക് ചെയ്താണ് പ്രതികൾ 3 പേരും ഈ കടയുടെ ഭാഗത്തേക്ക് ഇറങ്ങുകയും തുടർന്ന് കടയ്ക്കുള്ളിൽ കയറി ജോർജ് ഉണ്ണുണ്ണിയെ കൊലപ്പെടുത്തുകയും ചെയ്തത്. 8 പവന്റെ സ്വർണ്ണാഭരണവും അതോടൊപ്പം തന്നെ 1 പവന്റെ മാലയുമാണ് അപഹരിക്കപ്പെട്ടത്. ഏറെക്കുറെ 70,000-അടുത്ത് രൂപ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് കണക്കാക്കുന്നത്. സാധാരണ നിലയിൽ വസ്ത്രം ധരിച്ചാൽ, അതായത് ഷർട്ട് ധരിച്ചാൽ പോലും സ്വർണ്ണമാല പുറത്ത് കാണാവുന്ന തരത്തിലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ വേഷവിധാനം. ഒപ്പം തന്നെ നിക്കറിൻ്റെ പോക്കറ്റിലാണ് വലിയ അളവിൽ പണം സൂക്ഷിച്ചിരുന്നത്. ഈ കേസിൻ്റെ പ്രധാനപ്പെട്ട സൂത്രധാരൻ എന്നുള്ളത് പത്തനംതിട്ട സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ ഹാരിബാണ്. അയാൾ ഏറെക്കുറെ 1 മാസം മുൻപ് ഇവിടെ എത്തി വളരെ യാദൃശ്ചികമായി സാധനം വാങ്ങിയ ഘട്ടത്തിലാണ് ജോർജ് ഉണ്ണിയുടെ കഴുത്തിൽ കിടക്കുന്ന മാല ശ്രദ്ധയിൽപ്പെട്ടത്. ഒപ്പം തന്നെ വാങ്ങുന്ന സാധനത്തിന് പണം വാങ്ങുമ്പോൾ അതിൻ്റെ ചില്ലറ തിരികെ നൽകുന്നതിനായി നിക്കറിൻ്റെ പോക്കറ്റിൽ നിന്നും പണം എടുത്ത് ചില്ലറ നൽകുന്ന സ്ഥിതി അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. ഇതേ തുടർന്നാണ് തമിഴ്നാട് സ്വദേശികളായ 3 പേരുടെ കൂടി സഹായത്തോടു കൂടി കഴിഞ്ഞ 30-ാം തീയതി ഇത്തരത്തിലൊരു കൊടും ക്രൂരകൃത്യത്തിന് പ്രേരണ നൽകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ജോർജ് ഉണ്ണിയുടെ മകൻ ഷാജി ജോർജ് നമ്മോടൊപ്പം ചേരുന്നു. എന്തായാലും പ്രതികൾ ഇനി ഒരാൾ മാത്രമാണ് പിടിയിലാകാനുള്ളത്. തെളിവെടുപ്പ് പൂർത്തിയാവുകയും ചെയ്തു. മുത്തുകുമാരൻ എന്ന പ്രതിയാണ് ഇനിയും പിടികൂടാനുള്ളത്. ഇതിൻ്റെ CCTVയുടെ ഹാർഡ് ഡിസ്ക് പോലീസ് കണ്ടുപിടിക്കും. അവരെ വലഞ്ചുഴി അച്ചൻകോവിലാറ്റിൽ കളഞ്ഞു എന്നാണ് പറയുന്നത്. പോലീസ് എന്തായാലും CCTVയുടെ ഹാർഡ് ഡിസ്ക് റിക്കവർ ചെയ്യും. എന്നാൽ മാത്രമേ ഇത്രയും പ്രതികളെ ഉള്ള പ്രാദേശികമായിട്ട് ഇവർക്ക് സഹായം കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ സാധിക്കുകയുള്ളൂ. കേരള പോലീസ് അത് അന്വേഷിക്കുകയും ചെയ്യും, കണ്ടുപിടിക്കും. ഹാർഡ് ഡിസ്ക് ഇന്നലെ വൈകിട്ട് സമയം അതിക്രമിച്ച് പോയതുകൊണ്ടാണ് ഹാർഡ് ഡിസ്ക് റിക്കവർ ചെയ്യാൻ പറ്റാതെ പോയത്. അവർ റിക്കവർ ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ. ഈ പാതയിലൂടെ കടന്നുപോയ ഒരു സ്വകാര്യ ബസ്സിലെ ക്യാമറയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രതികളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇടവരുത്തിയിട്ടുള്ളത്. ആ ദൃശ്യങ്ങളിൽ ഓട്ടോറിക്ഷയിൽ പ്രതികളെന്ന് സംശയിക്കുന്ന ഏതാനും ആളുകൾ ഈ കടയ്ക്ക് സമീപത്ത് എത്തുന്നതായി കാണാൻ കഴിയുമായിരുന്നു. അതേ തുടർന്നുള്ള നടപടിക്രമങ്ങളാണ് പ്രതികളിലേക്ക് എത്തിയത്. 5 പേർക്കാണ് ഈ നേരിട്ടും അല്ലാതെയുമായി 5 പേർക്കാണ് ഇതിൽ പങ്കുള്ളത്. അതിൽ തമിഴ്നാട് സ്വദേശികളായ 3 പേർ ചേർന്നാണ് കടയ്ക്കുള്ളിലേക്ക് കടന്ന് കയർ വാങ്ങാനെന്ന വ്യാജേന ഉള്ളിൽ എത്തി ജോർജ് ഉണ്ണിയെ കൈകാലുകൾ ബന്ധിച്ച് വായിൽ തുണി തിരുകി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയത്. ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി മാറേണ്ടത് ഹാർഡ് ഡിസ്കുകളാണ്. അതായത് പ്രതികൾ കടയ്ക്കുള്ളിലേക്ക് കടന്നതിൻ്റെ ഹാർഡ് ഡിസ്ക്, CCTV ദൃശ്യങ്ങൾ അടങ്ങുന്ന ഹാർഡ് ഡിസ്ക് അവർ കൃത്യത്തിന് ശേഷം കൊണ്ടുപോയിരുന്നു. ഇവിടെ നിന്നും ഏറെക്കുറെ 4 കിലോമീറ്റർ മാറി അച്ചൻകോവിലാറ്റിൽ അത് ഉപേക്ഷിച്ചു എന്നുള്ളതാണ് മൊഴിയായി ലഭ്യമായിട്ടുള്ളത്. ഫയർഫോഴ്സിൻ്റെ സ്ക്യൂബ ഡൈവിംഗ് ടീമിനെ അടക്കം എത്തിച്ച് ഹാർഡ് ഡിസ്ക് കണ്ടെത്താനുള്ള പ്രവർത്തനങ്ങൾ തുടരുകയാണ്. അത് കിട്ടിയാൽ ഈ കേസിൽ പ്രധാനപ്പെട്ട തെളിവായി അത് മാറും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. CK അഭിലാലാണ് സംഭവ സ്ഥലത്ത് നിന്ന് വിവരങ്ങൾ നൽകുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ തെളിവെടുപ്പ്, ജോർജ് ഉണ്ണുണ്ണിയെ കൊലപ്പെടുത്തിയ കേസിൽ തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്.
പ്രതികളെ കടയിലെത്തിച്ചുകൊണ്ട് തെളിവെടുപ്പ് നടത്തുകയാണ്. അതേസമയം തന്നെ ഈ CCTVയുടെ ഹാർഡ് ഡിസ്ക് കണ്ടെടുക്കാനുള്ള ശ്രമവും ഇന്നും തുടരുന്നുണ്ട്. പ്രതികളോട് പോലീസ് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുന്നു. കൃത്യം നടത്തിയത് പുനരാവിഷ്കരിക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലൊക്കെ ഇന്നിപ്പോൾ നീങ്ങുമോ അഭിലാൽ? അത് കേസിൽ ആകെ 5 പ്രതികളാണുള്ളത്. അതിൽ 3 പേർക്കാണ് നേരിട്ട് പങ്കുള്ളത്. അവർ 3 പേരും തമിഴ്നാട് സ്വദേശികളും മുൻപ് നിരവധി കേസുകളിൽ പ്രതികൾ ആയിട്ടുള്ള ആളുകളുമാണ്. ഈ 3 പേരിൽ 2 പേരാണ് പിടിയിലായിട്ടുള്ളത്. അതിൽ മുത്തുകുമാരൻ എന്നുള്ള മധുര സ്വദേശിയെ കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അതേസമയം തന്നെ മുരുകൻ അതോടൊപ്പം തന്നെ സുബ്രഹ്മണ്യൻ എന്നീ 2 പ്രതികൾ ആണ് നിലവിൽ ഇവിടെ എത്തുകയും അവരിതുവരെയും ഉപയോഗിച്ചുകൊണ്ടാണ് കടയ്ക്കുള്ളിലെ കൃത്യങ്ങൾ സംബന്ധിച്ചുള്ള പുനരാവിഷ്കരണം ഉണ്ടായത്. ഏത് തരത്തിൽ കടയ്ക്കുള്ളിലേക്ക് കയറി, ആ സമയം ജോർജ് ഉണ്ണുണ്ണി ഏത് ഭാഗത്ത് നിന്നു, എങ്ങനെയാണ്, എന്താവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഈ കടയ്ക്കുള്ളിലേക്ക് അവർ കയറിയത് എന്നുള്ള പോലീസിൻ്റെ ചോദ്യത്തിന് കയർ വാങ്ങാൻ എന്നുള്ള വ്യാജേന ഉള്ളിൽ കയറുന്നു. തുടർന്ന് കയർ എടുക്കുന്ന പ്രവർത്തനങ്ങളിൽ ജോർജ് ഉണ്ണുണ്ണിയുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെട്ടപ്പോൾ മൂവരും ചേർന്ന് അയാളെ കീഴ്പ്പെടുത്തുകയും ആ കയർ തന്നെ ഉപയോഗിച്ചുകൊണ്ട് കൈകാലുകൾ കെട്ടുകയും തുണി വായിൽ തിരുകുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. നിങ്ങളൊക്കെ വലിയ ഞെട്ടലിലായിരുന്നല്ലോ. അതെ, നാട്ടുകാരും എല്ലാവരും പെട്ടെന്നുള്ള ഞെട്ടല്ല. കാരണം മൈലപ്രായിൽ അങ്ങനെ ഇന്നേ വരെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. കാരണം നമ്മളെല്ലാവരും, കാരണം പൊതുവെ സമാധാനപ്രദമായ അന്തരീക്ഷമുള്ള സ്ഥലമാണ് ഈ മൈലപ്രായ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനൊരു സംഭവം വന്നപ്പോൾ വീട്ടിൽ ഉള്ളവർക്കൊക്കെ ഒരുപാട് പേര് വിളിച്ചത്, ഞാൻ ഈ വാർഡിലെ മെമ്പറാണ്, ഒരുപാട് പേര് വിളിച്ച് ഞങ്ങളുടെ സ്വത്തിനും ജീവനും ഉൾപ്പെടെയുള്ള ഭീഷണിയായിട്ട് വരത്തക്ക രീതിയിലുള്ളൊരു ഇതായിരുന്നു. അല്ലെങ്കിൽ പ്രതികളെ പിടിച്ചതിലൊക്കെ വളരെ ഇതുണ്ട്. കാരണം പെട്ടെന്ന് തന്നെ പ്രതികളെ പിടിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രതികൾ പുറത്തായിരുന്നുവെങ്കിൽ ഒരുപാട് ഭീഷണിയായിട്ട് വന്നേനെ. അതിൽ വളരെ ഞെട്ടലാണ്. പ്രതികളെ പിടിച്ചതിനകത്ത് വളരെ സന്തോഷമുണ്ട്. വ്യാപാരി വ്യവസായ സമിതി മൈലപ്രായ യൂണിറ്റിന് പോലീസുകാർക്ക് ഞങ്ങൾ അഭിനന്ദനം രേഖപ്പെടുത്തുകയാണ്. അല്ലായിരുന്നുവെങ്കിൽ ഇവിടുത്തെ വ്യാപാരികൾക്കും മറ്റുള്ള സാധാരണക്കാർക്കും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയനേമായിരുന്നു ഈ ഒരു പ്രശ്നം. പട്ടാപ്പകൽ നടന്നൊരു കൊലപാതകമാണ്. തെളിവുകളുടെയൊക്കെ ശേഖരണത്തിന് വേണ്ടി ഇവിടുത്തെ ധാരാളം ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന. ഞാനൊന്ന് ഇടപെടുകയാണ്. എന്തായാലും അവിടെ നാട്ടുകാരൊക്കെ വലിയ ഞെട്ടലിൽ തന്നെയായിരുന്നു. ആ ഞെട്ടൽ ഇപ്പോൾ വിട്ടുമാറിയിട്ടില്ല. അതേസമയം തന്നെ കേരള പോലീസിന് അന്വേഷണത്തിൽ അവർ വലിയ വിശ്വാസവും ശുഭാപ്തി വിശ്വാസവും ഒക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. CK അഭിലാൽ തത്സമയം വിവരങ്ങൾ നൽകിയത്.